എൻ്റെ പേര് നവ്യ. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു. പുറത്തുപോയി പഠിക്കണമെന്ന് അതിയായ ആഗ്രഹം കാരണം 2 വർഷം തുടർച്ചയായി ആപ്ലിക്കേഷൻ അയച്ചെങ്കിലും ലോൺ റിജക്ഷൻ കാരണം പോകാൻ പറ്റിയില്ലായിരുന്നു. 3-ാമത്തെ വർഷം അവസാനം ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് നെതർലൻഡ്സിൽ പഠിക്കാൻ വേണ്ടി മാസ്റ്റേഴ്സിന് ആപ്ലിക്കേഷൻ അയച്ചു. എല്ലാം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ വെർച്വൽ ഉടമ്പടി, എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ വെർച്വലി എല്ലാ ഉടമ്പടിയുടെ എല്ലാ നിയോഗങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ വെർച്വലി വീട്ടിലിരുന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ജാനുവരി 15, 2023 ഞാൻ ആപ്ലിക്കേഷൻ അയച്ചു. 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അഡ്മിഷൻ റെഡിയായി. പക്ഷേ കണ്ടീഷണൽ ഓഫർ ആയിരുന്നു. 23 lakhs ഫീസും വരുന്നുണ്ട്, അതിൻ്റെ കൂടെ IELTS മാർക്കും വരുന്നുണ്ടായിരുന്നു. കൊടുക്കാൻ ഒരു സേവിങ്സും ഇല്ലായിരുന്നു, ബാങ്ക് അക്കൗണ്ടിലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥന എല്ലാ ദിവസവും രാവിലെ 5:30 ചൊല്ലുമായിരുന്നു. എന്നിട്ട് സ്കോളർഷിപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ലിവിങ് എക്സ്പെൻസ് കവേർഡ് ആയിട്ടുള്ള കോളേജിലെ ഹയസ്റ്റ് സ്കോളർഷിപ്പ് എനിക്ക് ദൈവം സഹായിച്ച് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് IELTS അവർ സ്കോളർഷിപ്പിന് വെച്ചിരുന്ന ഗ്രേഡ് 8 ആയിരുന്നു. പക്ഷേ എൻ്റെ IELTS റിസൾട്ട് 7.5 ആയിരുന്നു. പക്ഷേ എൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം അവർ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് താഴത്തോട്ടാക്കി അത് 7.5 ആക്കി മാറ്റി. അതിനുശേഷം ഫീസും ദൈവം അനുഗ്രഹിച്ച് ലോൺ പാസ്സായി, എല്ലാം ദൈവം ക്രമീകരിച്ച്. അതിനുശേഷം ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫീസ് അടച്ചെങ്കിലും ഫ്ലൈറ്റിന് ടിക്കറ്റോ ഒന്നും കയ്യിൽ കൊണ്ടുപോകാൻ പൈസയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം എൻ്റെ അമ്മാമ്മയുടെ ഒരു റിലേറ്റീവ് വിളിച്ചിട്ട് പിള്ളേർക്ക് കുറച്ച് പൈസ എന്നും പറഞ്ഞ് അയച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എനിക്ക് ഇങ്ങനെ അഡ്മിഷൻ കിട്ടിയതോ ഞാൻ പോകാൻ നിൽക്കുന്നതോ ഒരു കാര്യവും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈശോ അദ്ദേഹത്തിലൂടെ കുറച്ച് പൈസ അയച്ചു കൊടുത്തു. അങ്ങനെ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. അതിനുശേഷം അവിടെ നെതർലൻഡ്സിൽ പോയി പഠിക്കാൻ എനിക്ക് എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമായിരുന്നു എൻജിനീയർ അല്ലാത്തൊരു സ്റ്റുഡൻറ്റ്. പക്ഷേ ഈശോ സഹായിച്ച് കൈ പിടിച്ച് എന്നെ എല്ലാ എക്സാമും പാസ്സാക്കിപ്പിച്ചു. ഞാൻ എല്ലാ എക്സാമിനും മാതാവിൻ്റെ ഉപ്പും മാതാവിൻ്റെ ലോക്കറ്റും കയ്യിൽ കരുതിയിട്ടായിരുന്നു എല്ലാ എക്സാമും എല്ലാ അസൈൻമെൻറ്റ്സും എഴുതിയിരുന്നത്. അങ്ങനെ ഒരു എൻജിനീയറിംഗ് ഡിഗ്രി ഇല്ലാത്ത, ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത എന്നെ എല്ലാ എക്സാമും പാസ്സാകാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം കോഴ്സിൻ്റെ അവസാനത്തെ 6 മാസം ഇൻറ്റേൺഷിപ്പ് ചെയ്യണമായിരുന്നു. അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം, അവർ കോളേജിൽ നിന്ന് സഹായിക്കത്തില്ല. അതിന് 2 മാസം ആപ്ലിക്കേഷൻ നിരന്തരം അയച്ചുകൊണ്ടിരുന്നെങ്കിൽ അവസാനം ഡെഡ് ലൈനിന് തൊട്ട് മുന്നേ എനിക്കൊരു ജർമ്മൻ കമ്പനിയിൽ നിന്നൊരു ഓഫർ ലെറ്റർ വന്ന് അതിന് 2 ദിവസം കഴിഞ്ഞ് അവർ പറഞ്ഞു വിസ ആപ്ലിക്കേഷൻ 6 months എടുക്കും, അതിൻ്റെ ടൈം ഇല്ലാത്തത് കൊണ്ട് എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് അവിടുത്തെ ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് മാതാവിൻ്റെ ഇടപെടലുകൾ കാരണം 2 ആഴ്ചക്കുള്ളിൽ, 6 മാസം എന്ന് പറഞ്ഞത് എനിക്ക് 2 ആഴ്ചക്കുള്ളിൽ വിസ അടിച്ചു കിട്ടി. എനിക്ക് അവിടെ കൃത്യസമയത്ത് അവർ കോളേജിൽ നിന്ന് എന്താണോ പറഞ്ഞത് അന്ന് തന്നെ എനിക്ക് എൻ്റെ ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. December 30th ആയിരുന്നു അവർ ഡെഡ് ലൈൻ തന്നത് ഇൻറ്റേൺഷിപ്പ് തീർത്ത് ഗ്രാജുവേറ്റ് ആകാൻ. മാതാവിൻ്റെ ഉടമ്പടിയുടെ ശക്തി കാരണം പ്രാർത്ഥനകളും എല്ലാം നിരന്തരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാശിരൂപം ഒരു ദിവസം പോലും ഞാൻ കാശിരൂപം ഇല്ലാതെ പുറത്തോട്ട് പോകത്തില്ല. കാരണം കാശിരൂപമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്ന ധൈര്യം കാശിരൂപമായിരുന്നു. എന്നിട്ട് കൃത്യം ഒട്ടും ഡിലേ ആകാതെ December 5th തന്നെ തീസിസ് ഡിഫെൻഡ് ചെയ്ത് പ്രസൻറ്റേഷൻ കഴിഞ്ഞ് എനിക്ക് ഗ്രാജുവേറ്റ് ആകാൻ പറ്റി. കാരണം ഗ്രാജുവേറ്റ് ആയില്ലായിരുന്നെങ്കിൽ ജനുവരി തൊട്ട് അടുത്ത വർഷത്തെ 10 ലക്ഷം വീണ്ടും നമ്മൾ കൊടുക്കണമായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ലാതെ ഇത് വേറെ ഒന്നുമല്ല. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. കാരുണ്യ പ്രവർത്തനം എന്നെക്കൊണ്ട് കഴിയുന്ന എനിക്ക് അവിടെ സ്റ്റൈപ്പൻഡ് കിട്ടുന്നത് വളരെ കുറവായിരുന്നു. അപ്പോൾ കിട്ടുന്നതിൽ നിന്ന് ദശാംശമായിട്ട് ഞാൻ അവിടെ പള്ളിയിലും വഴിയിൽ കാണുന്ന ആൾക്കാർക്കും ഒക്കെ സഹായിക്കുമായിരുന്നു. കൊന്ത ചൊല്ലുന്നതായിരുന്നു എൻ്റെ മെയിൻ. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള പ്രാർത്ഥനകളും ഒരിക്കലും ഞാൻ കരുണക്കൊന്തയും മുടക്കിയിട്ടില്ല. എനിക്ക് സഹായിക്കാൻ പറ്റുന്നവർക്ക് ഞാൻ ഉപ്പ് നൽകി എല്ലാവരെയും സഹായിക്കുമായിരുന്നു.